സാറ് പറഞ്ഞത് ബ്രസീലുകാരും അർജന്റീനക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശം കൊണ്ട് കൊള്ളുമ്പോഴും നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. എല്ലാ ആരാധകരോടുള്ള പറയാണ്. കാരണം നമ്മൾ ഫുട്ബോളിന്റെ സൗന്ദര്യം ചിലപ്പോൾ മറന്നുപോകും. കാരണം ഇപ്പൊ ഞാനൊരു ബ്രസീലിയൻ ഫാൻ ആണെങ്കിൽ അർജന്റീനന്റെ മെസ്സി ഒരു ഗംഭീരമായ ഗോൾ അടിക്കുമ്പോൾ ഞാൻ അത് ആസ്വദിക്കാൻ മറന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മള് മറഡോണ മുമ്പ് കൈകൊണ്ട് ഗോൾ അടിച്ചപ്പം എല്ലാവർക്കും എതിരായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഗോള് ലോകം കണ്ട ഏറ്റവും നല്ല ഗോളായിരുന്നു. അത് പലർക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം അവര് പലരും ഇംഗ്ലണ്ടിന്റെ ഫാനായിരുന്നു, അല്ലെങ്കിൽ ബ്രസീലിന്റെ ഫാനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ ഫുട്ബോൾ എന്നുള്ള ഈ മനോഹരമായ കളി അവസ്ഥയുണ്ടോ യഥാർത്ഥത്തില് നമ്മള്? അതായത് ഈ ഗോൾഡൻ ഗോളൊക്കെ കാണാൻ പറ്റാതെ പോകുന്ന വൈരാഗ്യം അതിലുണ്ട്. ആവശ്യമില്ല. നമ്മള് ഇന്ത്യയിൽ ഫുട്ബോൾ നന്നാവാനായിട്ട് നമ്മളുടെ പരിശ്രമം കൂടുതലായിട്ടുണ്ട്. അതിന് പന്ന്യൻ സാറും ചാണ്ടി സാറൊക്കെ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ നല്ലൊരു സപ്പോർട്ട് വേണമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. കളികള് അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മള് വേൾഡ് കപ്പ് എല്ലാ 4 വർഷം കൂടുമ്പോഴും വരുന്നു. നല്ല നല്ല മാച്ചസ് കാണുക എന്നുള്ളതാണ് നമുക്കുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്. ഈ മെസ്സിയെ കൊണ്ടുവരാനോട് ചാണ്ടിയുമ്മന്റെ ഒക്കെ മനസ്സിലെ ആഗ്രഹം മെസ്സി കേരളത്തിൽ വന്നെങ്കിൽ എന്നാണ് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ഇപ്പൊ മെസ്സി വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഓപ്ഷൻ ഏതാ? എംബാപ്പെ വന്നാൽ നമ്മൾ തൃപ്തിപ്പെടുവോ? എംബാപ്പെ എല്ലാം വന്നാല് നമുക്ക് തൃപ്തിപ്പെടാം. എംബാപ്പയ്ക്ക് അത്ര ടാലന്റായിട്ട് ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ 3 ഗോൾ അടിക്കുക. നമ്മൾ ഒരു കാര്യം മറക്കരുത് ചാണ്ടിയുമ്മൻ, ഇതൊക്കെ സ്വപ്നമെന്ന് പറയാൻ പറ്റില്ല. കാര്യം കുറച്ചു കാലം മുമ്പ് ഒരാൾ കണ്ണൂർ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, മെറഡോണ. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്സിന്റെ ഡെവലപ്മെന്റ് അത്രക്ക് അധികമായിരിക്കും. നമ്മളുടെ കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് മാറി അവരെല്ലാം സ്പോർട്സിൽ, ഇപ്പോൾ ചാണ്ടി സാറ് പറഞ്ഞതുപോലെ അവർക്ക് എല്ലാ സ്കൂളുകളിലും എല്ലാ ദിവസവും PT വേണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നമ്മളെല്ലാം ആ രീതിയിൽ തന്നെ അവരുടെ ഫിസിക്കൽ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം വളർന്നു വരണം.